നമസ്കാരം. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ തലവേദനയായ ഉദ്യോഗസ്ഥനായി വീണിരിക്കുകയാണ് ADGP MR അജിത് കുമാർ. സ്വർണ്ണക്കടത്തിലടക്കം ആരോപണമുയർന്നു. RSS ബന്ധവും ചർച്ചയായി. ഇതിനൊപ്പം PV അൻവർ ഉയർത്തിയ അനധികൃത സ്വത്ത് സമ്പാദനവും. അങ്ങനെ അജിത് കുമാറിനെ തേടിയെത്തിയത് എണ്ണമില്ലാത്ത ആരോപണങ്ങളാണ്. എല്ലാത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ച പിന്തുണയും നൽകി. പോലീസ് മേധാവിയായി അജിത് കുമാറിനെ എത്തിക്കാനും പാടുപെട്ടു. എന്നിട്ടും ഒന്നും നടന്നില്ല. അതിനിടയിലാണ് ശബരിമല ട്രാക്ടർ യാത്രാ വിവാദവും. തൃശൂർ പൂരം കലക്കലിലെ മുൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ അന്വേഷണ റിപ്പോർട്ടും അജിത് കുമാറിനെതിരാണ്. പുതിയ പോലീസ് മേധാവിയായി റിവാർഡ് ചന്ദ്രശേഖർ എത്തിയതോടെ പോലീസ് ആസ്ഥാനത്തെ ADGP ആയി അജിത് കുമാർ മാറുമെന്ന് കരുതിയവരുണ്ട്. ഇതിനിടയിലാണ് പുതിയ വിവാദം. ഇതോടെ സർക്കാർ പ്രതിസന്ധിയിലാകുന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിയ പിണറായിയുടെ ഈ വിശ്വസ്തന് ഇപ്പോഴുയരുന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയുന്നില്ല. വെറും ഒരു ട്രാക്ടർ യാത്രയിൽ വീഴുകയാണ് നിരപരാധികളെ വേട്ടയാടാൻ അധികാര കസേരയിൽ ഇരുന്നപ്പോൾ മുന്നിൽ നിന്ന് അജിത് കുമാർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നു. ആ കാഴ്ച TV കണ്ട പലരും ശ്രദ്ധിച്ചത് മറ്റൊരാളെ കൂടിയാണ്. പ്രധാനമന്ത്രിക്ക് ദുരന്തവ്യാപ്തിയും സാഹചര്യങ്ങളും വിശദീകരിക്കുന്ന പോലീസ് ഓഫീസർ MR അജിത് കുമാറിനെ. ചീഫ് സെക്രട്ടറിയോ ജില്ലാ കളക്ടറോ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ചീഫ് സെക്രട്ടറി തന്നെ കൂടെയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെ ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. അതിന് കാരണം ADGPയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവാണ്. MSc ജിയോളജിയിൽ റാങ്കോടുകൂടി പാസ്സായ വ്യക്തിയാണ് അജിത് കുമാർ. പോലീസ് വിഷയങ്ങൾക്കപ്പുറം ഭൂമിയെക്കുറിച്ചുള്ള അറിവ് കൂടി ചേർത്ത് കാര്യങ്ങൾ വിശദീകരിച്ചതോടെ അജിത് കുമാറിനെ അഭിനന്ദിച്ച ശേഷമാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നും മടങ്ങിയത്. ഇത് മനോരമയിൽ മുമ്പ് വന്ന വാർത്തയിലെ വരികളാണ്. എന്നാൽ പിണറായി വിജയനുള്ള പ്രത്യേക താല്പര്യമായിരുന്നു ഇതിന് കാരണമെന്ന് പോലീസ് സേനയിലെ എല്ലാവർക്കും അറിയാം. SFIയുടെ ഉരുക്കുകോട്ടയായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് അജിത് കുമാറിന്റെ തുടക്കം. തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളുടെ 2 മക്കളിൽ മൂത്തയാൾ. ജിയോളജിക്കൽ റാങ്കോടെ പാസ്സായ ശേഷം സിവിൽ സർവീസിലേക്ക്. തിരുവനന്തപുരത്ത് കമ്മീഷണർ ആയതോടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് കൊച്ചിയിലും തൃശ്ശൂരിലും കമ്മീഷണർ. തൃശൂർ റേഞ്ച് IG. ഒരു തവണ പോലും കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാതെ കേരളത്തിൽ തന്നെ ഉറച്ചുനിന്ന് അജിത് കുമാർ പല ആരോപണങ്ങളിലും കുടുങ്ങി. സോളാർ കേസിലെ പേരുദോഷം മാറിയത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് കിട്ടിയതോടെയായിരുന്നു. എന്നാൽ സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിന്റെ വിവാദകാലത്ത് അജിത് കുമാർ ശരിക്കും പെട്ടു. വിജിലൻസ് ഡയറക്ടറായിരുന്ന അദ്ദേഹം സ്വപ്നയുടെ സുഹൃത്ത് PS സരിത്തിനെ അനധികൃത കസ്റ്റഡിയിലെടുക്കാനും ഫോൺ പിടിച്ചെടുക്കാനും നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റാനായിരുന്നു അജിത് കുമാറിന്റെ ഈ ഇടപെടൽ. അത് വലിയ വിവാദമായതോടെ വിജിലൻസ് മേധാവി സ്ഥാനം തെറിച്ചു. പിന്നീട് നിയമിച്ചത് സിവിൽ റൈറ്റ്സ് ADGP എന്ന അപ്രധാന പദവിയിൽ. പിന്നീട് 4 മാസം കൊണ്ട് അജിത് കുമാർ പോലീസിലെ ഏറ്റവും പ്രധാന പദവിയായ ലോ ആൻഡ് ഓർഡർ ADGP പദവിയിൽ തിരിച്ചെത്തി. ഇതിന് കാരണമായത് സ്വപ്നയുടെ സുഹൃത്തിൽ നിന്നും ആ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആ തന്ത്രഫലമായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായി. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവൻ. അജിത് കുമാർ പറഞ്ഞത് മാത്രമായിരുന്നു പോലീസിൽ നടന്നത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന പോലീസ് മേധാവിക്ക് മുകളിൽ വളർന്ന ADGP സൂപ്പർ DGP എന്ന വിളിപ്പേരും അജിത് കുമാറിനെ തേടിയെത്തി. P വിജയനോട് കാട്ടിയ നീതി നിഷേധവും ഈ സൂപ്പർ DGP പദത്തിലെ കരുത്തിന് തെളിവായിരുന്നു. പോലീസ് സേന ഒന്നടങ്കം വിജയന് വേണ്ടി വാദിച്ചിട്ടും നടന്നില്ല. വിജയനെതിരെ ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിയിലും ചില ഇടപെടലുകൾ അജിത് കുമാർ നടത്തി. ആ പദ്ധതി തന്നെ വേണ്ടെന്ന് വെക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ശബരിമലയിൽ പോലീസ് നടത്തുന്ന പുണ്യപ്രവൃത്തിയായിരുന്നു ശുചീകരണം ലക്ഷ്യമിടുന്ന പുണ്യം പൂങ്കാവനം. ഇതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് P വിജയനെ ശബരിമലയിൽ നിന്നും അകറ്റി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അജിത് കുമാറിന് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതോടെ അജിത് കുമാറിന്റെ തലവര മാറി. ക്രമസമാധാന ചുമതലയെന്ന അധികാര പദവിയിൽ എത്തിയതോടെ അജിത് കുമാർ DGPയെ പോലും കൂസാതെയായി. ഇതിനിടയിലാണ് തൃശൂർ പൂര വിവാദവും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ള സന്ദർശന വിവാദവും എത്തുന്നത്. തൃശൂരിൽ തോറ്റതോടെ CPI പ്രശ്നത്തിലായി. RSS നേതാവിനെ കണ്ടുവെന്ന ആരോപണത്തിൽ ക്രമസമാധാന കസേരയും പോയി. ഇതോടെ ബറ്റാലിയന്റെ മൂലയ്ക്കായി സ്ഥാനം. അപ്പോഴും അജിത് കുമാറിനെ പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്തില്ല. പിന്നീട് പോലീസ് മേധാവിയെ എത്തിക്കാനും വേണ്ടതെല്ലാം ചെയ്തു. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ നീതി നിഷേധത്തിന്റെ നേതാവായി കളത്തിലിറങ്ങിയ അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ കേന്ദ്ര സർക്കാരിൽ പല സമ്മർദ്ദവും പിണറായി സർക്കാർ ചെലുത്തി. ഇതിനിടെ DGP ആയ മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസിന് പിന്നിലും സംശയമുയർന്നു. ആ കേസ് ഹൈക്കോടതി തള്ളി. പക്ഷേ പോലീസ് മേധാവിയെ കേന്ദ്രം അജിത് കുമാറിനെ പരിഗണിച്ചു പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പോലീസ് മേധാവിയാകാനും അജിത് കുമാറിന് സാധ്യത തീരെ കുറവാണ്. നിരപരാധികളെ വേട്ടയാടി നിർവൃതി അടഞ്ഞതും പിണറായി എല്ലാവിധത്തിലും സഹായിച്ചതുമെല്ലാം ഈ കസേര സ്വപ്നമിട്ടായിരുന്നു. മല ചവിട്ടാതെ സന്നിധാനത്തെത്തി മടങ്ങിയ ADGPയെ തേടിയിരുന്നത് ഹൈക്കോടതിയുടെ അപ്രീതിക്ക് വരെ കാരണമാകുന്ന വിവാദ പർവ്വമാണ്. ഈ വിവാദത്തിൽ നിന്നും അജിത് കുമാറിനെ രക്ഷിക്കാൻ പിണറായിക്ക് കഴിയുമോ എന്നത് സംശയമാണ്. ഇത്രയും വിവാദത്തിൽപ്പെട്ട IPSകാരന് ഉടനൊന്നും പോലീസിലെ താക്കോൽ സ്ഥാനങ്ങളിൽ ഒന്നും നൽകാൻ പിണറായി താല്പര്യം കാട്ടില്ലെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ ജനകീയ തീരുമാനങ്ങൾ എടുക്കാനാണ് പിണറായിക്ക് ഇപ്പോൾ താല്പര്യം.